أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأخرجت الأرض أثقالها السلام عليكم ورحمة الله وبركاته. സൂറത്തുൽ സിൽസാലിലെ 3-ാം വചനമാണ് കേട്ടത്. ഇതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ഭൂമി അതിൻ്റെ ഭാരങ്ങളെ പുറന്തള്ളുമ്പോൾ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഹസ്രത്ത് ഖലീഫത്ത് മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഭൂമി അതിൻ്റെ ഭാരം പുറന്തള്ളും എന്നതിന് 6 വിശദീകരണങ്ങളാണ് നമുക്ക് നൽകാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ അർത്ഥം, ഭൂമി അതിൻ്റെ ഭാരം പുറന്തള്ളും, അതായത് ഭരണാധികാരികളും ഭരണകൂടങ്ങളും ഇല്ലാതാകും എന്നാണ്. കാരണം ഭൂമിയിലെ ഏറ്റവും വലിയ ഭാരം എന്ന് പറയുന്നത് അത് പാവപ്പെട്ട ദരിദ്രരായ ജനങ്ങളുടെ മേൽ ഭരണാധികാരികൾ ചുമപ്പിക്കുന്ന ഭാരമാണ്. ഒരു മൊത്തം നാടിൻ്റെ എല്ലാതര പവറും തൻ്റെ കയ്യിലാണെന്നും തനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, തന്നോട് ചോദിക്കാൻ തൻ്റെ മുകളിൽ ആരുമില്ല എന്നും കരുതി പാവപ്പെട്ട ജനങ്ങളുടെ മേൽ എല്ലാതര ഭാരം ഏൽപ്പിക്കുന്നു, പാവപ്പെട്ട ജനങ്ങളെ അടിച്ചമർത്തുന്നു. ഇതിലും വലിയ ഭാരം ലോകത്ത് എന്തുണ്ട്? മുൻകാലത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാം, ഈ ഭൂമിയിൽ എല്ലാ സ്ഥലത്തും എല്ലാ സമുദായത്തിലും ഒരു തലവൻ ഉണ്ടായിരുന്നു, ഭരണാധികാരി ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്രമേണ അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ക്രൂരികളായ രാജാക്കന്മാരുടെ ഭരണങ്ങൾ നശിച്ചു പോയിരിക്കുന്നു. അഥവാ ഏതെങ്കിലും സ്ഥലത്ത് രാജാവ് ഉണ്ടെങ്കിൽ തന്നെ അത് വെറും ഒരു പേരിന് മാത്രമായി തീർന്നിരിക്കുന്നു. അങ്ങനെയുള്ള രാജാക്കന്മാർക്ക് പ്രത്യേകിച്ച് യാതൊരു പവറും തന്നെ ഇല്ല. ഇതാണ് ഈ ആയത്തിൽ പറഞ്ഞ അസ്കാൽ, ഭാരം എന്നുള്ളതിനുള്ള ഒരു അർത്ഥം. അസ്കാൽ എന്ന പദത്തിന് നമുക്ക് നൽകാവുന്ന മറ്റൊരു അർത്ഥം മുല്ലാക്കളും പാതിരിമാരും സ്വാമിമാരുമാണ്. അതായത് ഈ പറഞ്ഞവരുടെ വശത്തിൽ നിന്ന് ജനങ്ങൾ മോചിതരാകും എന്നാണ്. മൗലവിമാരുടെയും പാതിരിമാരുടെയും സ്വാമിമാരുടെയും മറ്റ് മത പണ്ഡിതന്മാരുടെയും സമൃദ്ധം ഒരു ഭരണാധികാരിയുടെ സമൃദ്ധം പോലെ ശക്തമല്ലെങ്കിലും ഇവരുടെ ഫിത്തനകളിൽ പല പാവപ്പെട്ട ജനങ്ങൾ അകപ്പെട്ടു പോകുന്നുണ്ടായിരുന്നു. ഈ മത പണ്ഡിതന്മാരുടെ വാക്കുകൾ കേട്ട് പല തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ കുർബാനികൾ ജനങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. സ്വന്തം ജീവൻ്റെ ബലി പോലും കൊടുക്കുന്നുണ്ടായിരുന്നു. പഴയകാല ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കിയാൽ കാണാം, ക്രിസ്ത്യൻ പാതിരിമാർ ഭരണകൂടത്തിൽ എത്ര സ്വാധീനം ചെലുത്തിയിരുന്നു എന്ന്. പക്ഷേ ഇന്ന് ഇവരുടെ എല്ലാ സ്വാധീനങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു. വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ. ഇത്തരത്തിലുള്ള മത പണ്ഡിതന്മാരുടെ സമൃദ്ധം, ഭാരം ഇല്ലാതായിരിക്കുന്നു. ഇതിൻ്റെ മറ്റൊരു അർത്ഥം വിവരിച്ചുകൊണ്ട് ഹുസൂർ പറയുന്നു, അസ്കാൽ എന്ന പദത്തിന് കീമത്തി ഷേ, അതായത് വിലപിടിപ്പുള്ള സാധനം എന്നും അർത്ഥമുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഈ ആയത്തിന് ഇപ്രകാരം അർത്ഥം വരും: ഭൂമി അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന വിലപിടിപ്പുള്ള സാധനങ്ങളെ പുറന്തള്ളും എന്നാണ്. അതായത് ആ അവസാന കാലഘട്ടം അടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഭൂമിയിൽ ആ ഭയാനകമായ പ്രകമ്പനം ഉണ്ടാകുമ്പോൾ ഭൂമി അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്ന എല്ലാ സാധനങ്ങളെയും ഭാരത്തെയും പുറന്തള്ളും. ഇവിടെ ഭാരം അല്ലെങ്കിൽ കീമത്തി ഷേ, അതായത് വിലപിടിപ്പുള്ള സാധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓയിലാണ്, അതായത് ക്രൂഡ് ഓയിൽ. പണ്ട് കാലത്ത് ആർക്കറിയാമായിരുന്നു ഭൂമിയുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ഒരു അമൂല്യ സാധനം ഉണ്ട് എന്ന്? പക്ഷേ ഇന്ന് അത് ജനങ്ങളുടെ മുന്നിലുണ്ട്.
ഒരുപക്ഷെ ഇന്ന് ലോകം തന്നെ നിലനിൽക്കുന്നത് ഇത് മൂലമാണ്. പണ്ടുകാലത്ത് വിളക്ക് പോലും കത്തിച്ചിരുന്നത് കടുക് എണ്ണ ഉപയോഗിച്ചായിരുന്നു. പക്ഷേ ഇന്ന് ജനങ്ങൾ വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്നത് കെറോസിനാണ്. എന്തിന്? ഇന്ന് ലോകത്തിലെ എല്ലാ ഫാക്ടറികളും വണ്ടികളും ഓടുന്നത് പെട്രോളും ഡീസലും ഉപയോഗിച്ചാണ്. ചുരുക്കത്തിൽ ഇന്ന് ഭൂമിയിൽ എല്ലാതര പണികളും പല എണ്ണകളും ഉപയോഗിച്ചാണ് നടക്കുന്നത്. എണ്ണ ഭൂമിയുടെ അകത്തു നിന്നാണ് വരുന്നത്. വ അഖ്റജത്തിൽ അർദു അസ്ഖാലഹ. എല്ലാ മനുഷ്യനും കാണാൻ സാധിച്ചു എങ്ങനെ ഭൂമി അതിൻ്റെ അകത്തുണ്ടായിരുന്ന അമൂല്യ സാധനം അല്ലെങ്കിൽ ഭാരം എടുത്ത് പുറന്തള്ളിയത് എന്ന്. ഈ ആയത്തിൻ്റെ ബാക്കി വിശദീകരണം ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ വിശദീകരിക്കുന്നതാണ്. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.